ഇന്നാട്ടിൽ ഒരാണ് ചത്തു എന്നത് റോഡരികിൽ ഒരു പേപ്പട്ടി ചത്തതുപോലെ മാത്രമാണ് എന്നതും, അതുപോലെ ചാവാൻ തീരുമാനിച്ചുവെങ്കിൽ അവളെ കൂടെ കൊന്നിട്ട് ചത്തൂടായിരുന്നു എന്നതും, ഇവറ്റകൾ ആണുങ്ങളെ മുഴുവൻ കൊന്നിട്ടേ അടങ്ങൂ എന്ന കമൻറ്റും ഞാൻ വായിച്ചു. ഈ മാന്യനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളി ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യങ്ങളിൽ ഒന്നായിരിക്കും ഇത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ബസ്സിൽ വെച്ച് ഒരു യുവതിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഒരു യുവാവ് ആ യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് ആ യുവതി പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ തലക്കെട്ടാണ് ഞാനിപ്പോൾ ചോദിച്ച ആ ചോദ്യം. ഈ മാന്യനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന്. ആ പോസ്റ്റിൽ അതൊരു വീഡിയോ ആണ്. അതായത് ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ തിരക്ക് വകവയ്ക്കാതെ ഒരു സ്ത്രീ തൻ്റെ സെൽഫി വീഡിയോയിൽ, അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം അതൊരു സെൽഫി വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഫോൺ തിരിച്ചു വെച്ച് ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അവരോടൊപ്പം നിൽക്കുന്ന ചിലർ ആ ഫോണിലേക്ക് നോക്കുന്നുണ്ട്. അവർക്കൊക്കെ കാണാൻ പറ്റുന്നത് ആ ഫോണിൻ്റെ ബാക്ക് സൈഡും ക്യാമറയും മാത്രമായിരിക്കും. സ്ക്രീൻ ആയിരുന്നുവെങ്കിൽ എന്തിനാണ് തങ്ങളെ വീഡിയോ എടുക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഒരിക്കലെങ്കിലും ഒരാളെങ്കിലും ആ സ്ത്രീയെ നോക്കുമായിരുന്നു. പക്ഷേ അവരാരും അങ്ങനൊരു എക്സ്പ്രഷൻ ഇട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും നമ്മുടെ വിഷയം അതല്ല. ആ സ്ത്രീയുടെ തൊട്ടടുത്ത് ഒരു യുവാവ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ യുവാവ് അറിയാതെ ആ സ്ത്രീയെ അപമര്യാദയായി സ്പർശിച്ചു എന്നതാണ് ആ സ്ത്രീ പറയുന്നത്. പക്ഷേ ആ വീഡിയോയിൽ ആ സ്ത്രീ അങ്ങനെ ഒന്നും പറയുന്നില്ല. അതിനുശേഷമുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയിലാണ് ആ സ്ത്രീ അങ്ങനെ പറയുന്നത്. എന്തായാലും ആ വീഡിയോയ്ക്ക് ആ സ്ത്രീ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നില്ല ലഭിച്ചത്. ആ വീഡിയോയുടെ താഴെ ഒരുപാട് പേർ അവർക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതോട് ചേർന്ന് തൊട്ടടുത്ത ദിവസം മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോ കൂടി അവർ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ അവർ പറയുന്നത് ബസ്സിൽ അവർ പ്രതികരിച്ചിരുന്നു. ബസ്സിലുള്ള ആരും അവരോടൊപ്പം നിന്നിരുന്നില്ല. മറ്റൊരു സ്ത്രീയെയാണ് യഥാർത്ഥത്തിൽ അയാൾ ഉപദ്രവിച്ചത് എന്നും അത് കണ്ടാണ് ഈ സ്ത്രീ അങ്ങനൊരു വീഡിയോ ഓണാക്കിയത് എന്നും. അതോടൊപ്പം അവർ പറയുന്ന മറ്റൊരു മെയിൻ ഡയലോഗ് കൂടിയുണ്ട്. അതായത് ബസ്സിൽ അവരനുഭവിച്ചതിനേക്കാൾ വലിയ ട്രോമയാണ് കമൻറ്റ് ബോക്സിലൂടെ അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബസ്സിൽ അവരെ ഉപദ്രവിച്ച വ്യക്തിയേക്കാൾ ഞരമ്പ് രോഗികളാണ് ആ കമൻറ്റ് ബോക്സിൽ നിരന്നവർ എന്ന്. അങ്ങനെയിരിക്കെ ഈ പറഞ്ഞ വീഡിയോയിൽ പറയുന്ന ദീപക് എന്ന് പറയുന്ന കോഴിക്കോടുകാരൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അതായത് തനിക്കെതിരെ സ്പർശന സുഖം തേടി വന്ന ഒരു വ്യക്തിയുടെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ആ യുവതി ഇന്ന് അതേ വ്യക്തിയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരിയായിരിക്കുന്നു എന്ന്. ഒരു തെറ്റിന് മറുപടി മറ്റൊരു തെറ്റാണോ? അങ്ങനെയെങ്കിൽ ആ തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റ് നോക്കിയിട്ടാണോ നമ്മൾ അപരാധിയെയും നിരപരാധിയെയും തീരുമാനിക്കുന്നത്? കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. എനിക്കറിയാം നിങ്ങളിൽ നിന്നൊരിക്കലും ഇത്തരത്തിലൊരു വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് കമൻറ്റുകളും മെസ്സേജുകളും എനിക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ആരുടെയും പ്രതീക്ഷകളെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പറയാൻ ആഗ്രഹമുള്ള, എനിക്ക് പറയാൻ ഇഷ്ടമുള്ള വിഷയങ്ങളാണ് ഞാൻ വീഡിയോ ആയി ചെയ്യുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. ഇന്നാട്ടിൽ ഒരാണ് ചത്തു എന്നത് റോഡരികിൽ ഒരു പേപ്പട്ടി ചത്തതുപോലെ മാത്രമാണ് എന്നതും, അതുപോലെ ചാവാൻ തീരുമാനിച്ചുവെങ്കിൽ അവളെ കൂടെ കൊന്നിട്ട് ചത്തൂടായിരുന്നു എന്നതും, ഇവറ്റകൾ ആണുങ്ങളെ മുഴുവൻ കൊന്നിട്ടേ അടങ്ങൂ എന്ന കമൻറ്റും ഞാൻ വായിച്ചു. അതേസമയം ഒരാണാണ് മറ്റൊരാണിനെ കൊല്ലുന്നത് എങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കാറുണ്ടോ? ഇല്ല അല്ലേ? ഒരു ബസ്സിൽ വെച്ചൊരു പെൺകുട്ടിയോട് ഒരാൺ അപമര്യാദയായിട്ട് പെരുമാറി എന്നിരിക്കട്ടെ. അയാളുടെ വീട്ടിൽ ചെന്ന് അയാളുടെ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും സുഹൃത്തുക്കളോടും എല്ലാം ചോദിക്കുകയാണ്, ഇയാൾ ഇത്തരത്തിലുള്ള ഒരാളാണോ, ഇയാൾ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന റിപ്പോർട്ടർ മക്കളെ ആദ്യം തല്ലണ്ടേ? ഇതൊക്കെ പോട്ടെ, നിങ്ങൾ പറഞ്ഞതുപോലെ നടു റോട്ടിൽ ചത്ത് കിടക്കേണ്ട നായ്ക്കളെപ്പോലുള്ള ആണുങ്ങളിൽ ഒരാണ് എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, 99% ആണുങ്ങളും സ്ത്രീ സ്പർശം ആഗ്രഹിക്കുന്നവരാണ്. സ്ത്രീ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് ആരും വല്ലാതാവണ്ട. ഇവിടെ ഓപ്പോസിറ്റ് സെക്സ് എന്ന് മാത്രം കണക്കാക്കിയാൽ മതി.
ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളാണല്ലോ. എന്നിരുന്നാലും അവിടെയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് കൺസെൻറ്റ്. എങ്ങനെയാണ് കൺസെൻറ്റ്? ചില ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് മൗനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചിരിയിലായിരിക്കാം. എന്നിരുന്നാലും ഈ പറഞ്ഞ കൺസെൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് പലരും സാഹചര്യങ്ങൾ മുതലാക്കുന്നത്. എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, ഒരു വലിയ ശതമാനം ആളുകളും. ഇനി നിങ്ങൾ അത്തരത്തിലൊരാളല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 1% നിങ്ങൾക്ക് മാറി നിൽക്കാം. ഇനി സ്ത്രീകളുടെ കാര്യത്തിലേക്കൊന്ന് വരാം. തനിക്കിഷ്ടമുള്ള ഫീച്ചേഴ്സുള്ള, ഫാക്ടേഴ്സുള്ള ചില ഓപ്പോസിറ്റ് സെക്സ്, അത് പുരുഷന്മാരായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഈ പുരുഷന്മാർ തൊട്ടുരുമി നിൽക്കുന്നത് ഇഷ്ടമുള്ള 99% സ്ത്രീകളുമുണ്ട്. അവർക്കിഷ്ടമുള്ള ഫീച്ചേഴ്സും ഫാക്ടേഴ്സും ഉള്ള ആളുകളായിരിക്കണം എന്ന് മാത്രം. ഇനി നിങ്ങൾ അത്തരത്തിൽ പെടുന്ന ഒരാളല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ 1% നിങ്ങൾക്ക് മാറി നിൽക്കാം. ഇനി ഇതെങ്ങനെയാണ് ഒരു ക്രൈം ആവുന്നത്? നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയം ഒരാൾ നിങ്ങളോട് ചെയ്യുന്നുണ്ട് എങ്കിൽ, അത് സ്ത്രീയാവാം പുരുഷനാവാം, അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ താല്പര്യമില്ലായ്മ അവരെ അറിയിക്കുക എന്നതാണ്. എന്നിട്ടും അവർ വീണ്ടും അതേ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട സമയമാണ്. ഇനി പ്രതികരിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ചുറ്റും കയ്യും കാലും മീശയും താടിയും ഒക്കെ ഉള്ള ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാനുള്ള നട്ടൽ ചിലപ്പോൾ അയാൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ദീപകിൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരിക്കാം, നല്ലൊരു മകനായിരിക്കാം, നല്ലൊരു ഭർത്താവായിരിക്കാം, നല്ലൊരു സുഹൃത്തായിരിക്കാം. എന്നിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അയാൾ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നതിൻ്റെ തെളിവല്ല. അയാൾ ഇതിനു മുമ്പേ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒരു പെൺകുട്ടി, അതായത് മെൻസ്ട്രൽ ഇഷ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സഹായം ചെയ്തു എന്ന് തുടങ്ങുന്ന ഒരു വോയിസ് ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ പിടിക്കത്തില്ലേ, ഇരുന്ന് സീറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ല, അതെ പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും, പീരിയഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പോൾ പുള്ളി ചോദിച്ച മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. എപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. അപ്പോൾ ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പെയിൻ കില്ലർ വല്ലതും ഉണ്ടോ. അപ്പോൾ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വയ്യായിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടാ സാറില്ല, അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്തായിരുന്നു പുള്ളിയുടെ കയ്യിൽ ഇരുന്ന പാരസെറ്റമോൾ എടുത്തത്. ഇപ്പൊ തലവേദന വല്ലതും ഉണ്ട്, ഇതിപ്പോ തൽക്കാലം കഴിക്കുന്ന പറഞ്ഞ് എനിക്ക് തന്നു. അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞ് കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇനിയും നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനിയും എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിളോടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിൾ ആണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഈ പറഞ്ഞ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ അല്ല. അതായത് ഒരിക്കലും ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ ഒരു വ്യക്തി മറ്റെല്ലാ പെണ്ണുങ്ങളോടും മോശമായി പെരുമാറുന്നയാളാണ് എന്നർത്ഥമില്ല. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളോടും നന്നായി പെരുമാറുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീയോട് മോശമായി പെരുമാറില്ല എന്നതും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ യുവതി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ദീപക് അവരെ സ്പർശിക്കാൻ ശ്രമിച്ചതായി 1 സെക്കൻഡിൽ നമുക്ക് കാണാം. പക്ഷേ അത് ഇൻറ്റൻഷനലി ആണോ എന്നത് വ്യക്തമല്ല. ആ യുവതി തന്നെ പറയുന്നു അവർക്ക് മുമ്പേ മറ്റൊരു സ്ത്രീയെ അയാൾ അതേപോലെ സ്പർശിക്കാൻ ശ്രമിച്ചിരുന്നു, അതുകൊണ്ടാണ് അവർ മുന്നോട്ട് ചെന്നത് എന്ന്. ഹേ സ്ത്രീയെ, സോഷ്യൽ മീഡിയ പറയുന്ന അനുസരിച്ച് നിങ്ങളൊരു പൊതുപ്രവർത്തകയാണ്, ഒരു പഞ്ചായത്ത് അംഗമാണ്. ഈ പഞ്ചായത്ത് അംഗമായിരിക്കെ മറ്റൊരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തി ആ വ്യക്തിയെയും നിങ്ങളുടെ ഇരയാക്കാൻ ശ്രമിച്ച് അതിനുശേഷം അദ്ദേഹത്തോട് പ്രതികരിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതാണോ നിങ്ങൾ പ്രതികരിക്കേണ്ട രീതി? ഈ പ്രവൃത്തി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഇമ്മച്യൂരിറ്റിയാണ്. അതായത് നിങ്ങൾ ആ ബസ്സിനുള്ളിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കിടയിലാണ് എക്സ്പോസ് ചെയ്തിരുന്നത് എങ്കിൽ ചിലപ്പോൾ എന്നേ ഞാൻ പറയുള്ളൂ, ചിലപ്പോൾ അയാൾ ഇനി ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യാതിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ നിങ്ങൾ അയാളെ നാണം കെടുത്തിയിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ആത്മഹത്യയിലേക്ക് ചെന്നെത്തില്ലായിരുന്നു. വെറും റീച്ചിന് വേണ്ടി ആ വ്യക്തിയോട് ഒട്ടി നിന്ന് നിങ്ങളെടുത്ത വീഡിയോ ആണിത് എന്ന വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ആ 99% ആണുങ്ങളിലും പെടുന്ന ഒരാൾ തന്നെ ആയിരിക്കണമല്ലോ ഈ ദീപകം. അതുകൊണ്ട് തന്നെ അയാൾ ചിലപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു സ്ത്രീ സ്പർശം ആഗ്രഹിച്ചിട്ടുണ്ടാവണം. ഈ സമൂഹത്തിൽ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സുകൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യർ, നമ്മൾ മനുഷ്യർ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിട്ടാണ് ജീവിക്കുന്നത്.
ഈ കടിഞ്ഞാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കടിഞ്ഞാൺ ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഭ്രാന്ത് പിടിച്ചൊരു കുതിരയാണ്. അത് തുള്ളി 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 ഇങ്ങനെ പോകും. ആ സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഫീച്ചേഴ്സും ഫാക്ടേഴ്സും ഉള്ള ഒരു ഓപ്പോസിറ്റ് സെക്സ്, അത് അവളാവാം അവനാവാം, നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നമ്മുടെ മനസ്സ് വെമ്പും എന്നത് ഒരു റിയാലിറ്റിയാണ്. ചിലർക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കും, ചിലരുടെ കൈവിട്ടു പോകും. ഇത്തരം ആസ്വാദകരിൽ ചിലർ ആസ്വദിക്കുന്നത് മറ്റാരെയും അറിയിക്കാതെ ആസ്വദിക്കാൻ അവർക്ക് സാധിക്കും. എന്നാൽ മറ്റു ചിലർ അവരൊഴികെ ചുറ്റുമുള്ള ആളുകളെ മുഴുവൻ അറിയിച്ചുകൊണ്ടായിരിക്കും ആസ്വദിക്കുക. സോ പലരും പല സാഹചര്യങ്ങളും പല രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇരയാക്കപ്പെടുന്ന വ്യക്തി അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. അയാൾക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒരേ ഒരു സൊല്യൂഷൻ, ആരാണോ നമ്മളെ ഇരയാക്കുന്നത് അയാളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രമാണ്. ഇവിടെ ഇര എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ മാത്രമല്ല, പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയുമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ ഈ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ ഒരു വലിയ ശതമാനം ഇരകളും ബാക്കിലിരിക്കുന്ന പാവം പുരുഷന്മാരാണ്. അത്തരത്തിലുള്ള ഇരകൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. അത്തരം സാഹചര്യത്തിൽ അതെല്ലാം കടിച്ചു പിടിച്ച് അത് വീഡിയോയിൽ ഒപ്പിയെടുത്ത് വീട്ടിലെത്തി സ്വന്തം ആത്മാർത്ഥ സുഹൃത്തിന് അയച്ചു കൊടുക്കുമ്പോൾ ആ ആത്മാർത്ഥ സുഹൃത്ത് പറയുകയാണ്, ഈ വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്താൽ മില്യൺസ് ഉറപ്പാണ്, വൈറലാവും എന്ന്. അത് കേട്ട് ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ പെട്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ പെട്ടുപോവുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇവിടെയും അത് തന്നെയാവാം സംഭവിച്ചിട്ടുണ്ടാവുക. ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉറങ്ങുകയും എഴുന്നേൽക്കുകയും പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ജെൻസി പിള്ളേരുടെ ഒരു പോസ്റ്റായി ഈ ഒരു പോസ്റ്റിനെ ഞാൻ കണക്കാക്കുന്നില്ല. ഈ ഒരു പോസ്റ്റ് 4 ലൈക്കിനും ഷെയറിനും വേണ്ടിയാണ് ആ യുവതി പോസ്റ്റ് ചെയ്തത് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. പോയപ്പോൾ ആർക്ക് പോയി? ആ അമ്മയ്ക്ക് പോയി. ഇനി ഫോണും പിടിച്ചിരിക്കുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്ര പുണ്യാളന്മാരാണ് എന്നൊരു തോന്നലുണ്ടോ നിങ്ങൾക്ക്? ഇത്തരത്തിലുള്ള പോസ്റ്റുകൾക്ക് താഴെ നെഗറ്റീവ് കമൻ്റ് ഇടുകയും നെഗറ്റീവ് റിയാക്ഷൻ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ കമൻറ്റുകളും റിയാക്ഷനും കണ്ട് ആത്മഹത്യയുടെ അറ്റത്ത് പോയി നിൽക്കുന്ന എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അവർക്ക് പ്രിയപ്പെട്ട ആളുകളുടെ മുഖം മുമ്പിൽ വരുമ്പോൾ, അവർക്ക് ചെയ്തു തീർക്കാനുള്ള ചുമതലകൾ മുമ്പിൽ വരുമ്പോൾ മാത്രം ആത്മഹത്യയുടെ അറ്റത്ത് നിന്നും തിരികെ പോകുന്ന എത്ര പേർ നിങ്ങൾ കാരണമുണ്ടെന്ന് നിങ്ങൾക്കറിയോ? നീയൊന്നും ഇത് വിശ്വസിക്കില്ല. കാരണം ഇത് റിയാലിറ്റിയാണ്. നെഗറ്റീവ് കമൻറ്റുകൾ സഹിക്കുക വയ്യാതെ, നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ സഹിക്കുക വയ്യാതെ ആത്മഹത്യയിലേക്ക് പോയ ഒരു പെൺകുട്ടിയെ ആത്മഹത്യയുടെ അറ്റത്ത് നിന്നും ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ നിന്നുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. ഇവിടെ ആ ദീപക് എന്ന് പറയുന്ന വ്യക്തി ഒരു തെറ്റ് ചെയ്തു. അയാൾക്ക് മറുപടിയായി ആ സ്ത്രീ മറ്റൊരു തെറ്റ് ചെയ്തു. അവളെ കൈ ചൂണ്ടുന്നതിന് പകരം നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എടുത്ത് തെറിയഭിഷേകം നടത്തുന്നു. ആ പെണ്ണ് ചെയ്തതിനേക്കാളും ക്രൂരമായ കൃത്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ നിങ്ങൾ. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളിട്ട കമൻറ്റുകളെല്ലാം നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവരെയെല്ലാം നിരത്തി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അത്തരത്തിൽ ചില കമൻറ്റുകൾ ഞാൻ ഇട്ടേക്കാം. എടോ, ഇങ്ങനെ തന്നെയാണ്, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ദീപക് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പോൾ അയാളെ നിയന്ത്രിക്കാൻ സാധിക്കാതിരുന്നത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഇപ്പുറത്ത് ആ പെൺകുട്ടിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഇതേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വികാരം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആ പെൺകുട്ടിയുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ തെറി അഭിഷേകം നടത്തുന്നത്. ആരാരെയാണ് പഴിക്കുന്നത്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായും എനിക്കെതിരെയും നിങ്ങൾക്കുണ്ടാവുമല്ലോ 2 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, നിൻ്റെ ഭാര്യയ്ക്കാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുമോ? അവനെതിരെ നീയും ഒരു വീഡിയോ ചെയ്യില്ലേ എന്ന്. ഇങ്ങനൊരു വിഷയം കേട്ടപ്പോൾ, ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ആദ്യം ഞാൻ ആ വിഷയം സംസാരിച്ചത് എൻ്റെ ഭാര്യയോടാണ്. അവളോട് ഞാൻ ചോദിച്ചു, നീ ആണെങ്കിൽ നീ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമോ? വീഡിയോ ഇടാനൊന്നും ഞാൻ നിൽക്കില്ല, എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ബസ്സിൽ വെച്ച് സ്പോട്ടിൽ ഞാൻ തീർത്തോളും എന്നാണ് എൻ്റെ ഭാര്യ എനിക്ക് മറുപടി തന്നത്. എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, നീ ചെയ്യാത്തൊരു തെറ്റിന് മറ്റൊരു പെൺകുട്ടി ഇങ്ങനൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ നീ എങ്ങനെ പ്രതികരിക്കും? ഒന്നാമത്തെ കാര്യം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെ പൂർണ്ണമായൊരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എല്ലാവരും അങ്ങനെയല്ല, മനസ്സിനെ കട്ടിയില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. പിന്നെ ഇത് മനസ്സിൻ്റെ കട്ടിയുടെ കാര്യമല്ല,
ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന ഒരു വിഷയമാണ്. എന്നിരുന്നാലും ആത്മഹത്യ ചെയ്തു എന്നതിൻ്റെ പേരിൽ ദീപക് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലല്ല ഞാൻ. തെറ്റ് തന്നെയാണ്. ഇനി കുറച്ച് സൈക്കോളജിക്കൽ ഫാക്ട്സ് പറയാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീ സ്പർശം ആഗ്രഹിക്കാത്ത പുരുഷന്മാരില്ല എന്ന് പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് സെക്സിൻ്റെ സ്പർശനം ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യജീവിയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്തരം സാഹചര്യങ്ങളിൽ പലർക്കും അവരുടെ സ്ഥലകാല ബോധം നഷ്ടമായി പോകാനുള്ള സാധ്യത 60% കൂടുതലാണ്. അതായത് നമുക്കിഷ്ടപ്പെടുന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു ഓപ്പോസിറ്റ് സെക്സ് കൃത്യമായ സാഹചര്യത്തിൽ നമ്മളെടുത്ത് തൊട്ടുരുമി നിൽക്കുമ്പോൾ നമ്മൾ ബ്ലാങ്കായി പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. സ്ഥലമേതാ, സാഹചര്യമേതാ എന്നെല്ലാം നമ്മൾ മറന്നുപോകും. അതുകൊണ്ടാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞത് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല എന്ന്. സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, നമുക്ക് ശല്യമായി മാറുന്ന ഒരാളോട് ആദ്യം ചെയ്യേണ്ടത് അയാളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇത്തരത്തിലുള്ളൊരു അനുഭവത്തിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. എനിക്ക് ശല്യമായി മാറിയ ഒരാൾ, അയാളോട് സംസാരിച്ച് അയാളെ ഞാൻ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന ശേഷവും താൻ ചെയ്ത തെറ്റിനെ അയാൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് പ്രതികരിക്കേണ്ട സമയമാണ്. ഇത്തരം സാഹചര്യത്തിൽ ഒരാൾ നമുക്ക് ശല്യമായി മാറുന്നത് അയാളുടെ റിഫ്ലക്സ് കൊണ്ടാണ്, അയാളുടെ ശരീരം റിഫ്ലക്സ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ അയാളെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോഴും താൻ ചെയ്ത തെറ്റിനെ അയാൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ബിഹേവിയറാണ്. അതായത് ആദ്യമുണ്ടായ റിഫ്ലക്സ് അതൊരു റിഫ്ലക്സ് ആണ് എന്ന് അയാൾ തിരിച്ചറിയുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും കൺഫസ് ചെയ്യും. ഇനി അതല്ല, താൻ ചെയ്തത് ന്യായീകരിക്കുകയാണ് എങ്കിൽ അത് അയാളുടെ സ്വഭാവമാണ്. അത്തരം സ്വഭാവമുള്ള ആളാണ് തൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ മറുപടി പ്രതികരണം മാത്രമാണ്. ഇവിടെ ദീപകിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ആ സ്ത്രീ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ അയാൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ അയാൾ ചിലപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടാവുമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ സ്ത്രീയെ ഞാൻ അഭിമാനത്തോടുകൂടി ബഹുമാനത്തോടുകൂടി സ്ത്രീ എന്ന് വിളിച്ചേനെ. പ്രതികാരദാഹികളായ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നിറഞ്ഞതാണ് നമ്മുടെ കൊച്ചു കേരളം. ഓരോ ദിവസവും പ്രതികരിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വെമ്പുന്ന മനസ്സിനുടമകളാണ് അത്തരം ഇൻഫ്ലുവൻസേഴ്സ്, ഞാൻ അടക്കമുള്ള അത്തരം ഇൻഫ്ലുവൻസേഴ്സ്. ആ ഇൻഫ്ലുവൻസേഴ്സ് ഏൺ ചെയ്യേണ്ടത് റെസ്പെക്റ്റ് ആണ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒരു സ്ത്രീ വന്ന് തൊട്ടുരുമി നിന്നാൽ മനസ്സ് ചഞ്ചലപ്പെട്ടു പോകുന്ന 99% പുരുഷന്മാരിലും പെട്ട ഒരാളാണ് ഞാനെന്ന് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയ്ക്കും ലോലഹൃദയരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും വേണ്ടേ? ഈ ഒരു സംഭവത്തിലൂടെ സ്ത്രീകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്നും ഇത്തരം സംഭവങ്ങളിൽ സ്ത്രീകളോടൊപ്പം ആരും കൂടെ നിൽക്കില്ല എന്നും ചില കമൻറ്റുകൾ ഞാൻ കണ്ടു. അതൊക്കെ വെറുതെ വിചാരിക്കാം. കാരണം വീഡിയോ ഇട്ടിട്ടല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത്, നിങ്ങൾ സ്പോട്ടിൽ പ്രതികരിക്കണം. അത്തരം പ്രതികരണങ്ങളിലൂടെയാണ് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ റെസ്പെക്റ്റ് ഏൺ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ റെസ്പെക്റ്റ് ഏൺ ചെയ്താൽ നിങ്ങളോടൊപ്പം ആണൊരുത്തനുണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ